യെസ്, ഗുഡ് ഈവനിങ്. എല്ലാവരുടെയും വീഡിയോ ഓൺ ആവട്ടെ. മാക്സിമം എല്ലാവരുടെയും വീഡിയോ ഓൺ ആവട്ടെ. യെസ്, ഗുഡ് ഈവനിങ്. യെസ്, ഓരോരുത്തരുടെ വീഡിയോ പെട്ടെന്ന് ഓൺ ആവട്ടെ. കമോൺ. ഹലോ ശ്രീജിത്ത് സാർ. യെസ്, സുഹൈന. എന്തൊക്കെയുണ്ട്? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇപ്പൊ ഗുഡ് നൈറ്റ് ആണോ ഗുഡ് Yes. മോർണിംഗ് ആണോ പറഞ്ഞു? കൺഫ്യൂഷനല്ലേ? ഗുഡ് നൈറ്റ് രാത്രി പോകുമ്പോ പറഞ്ഞോളാം കേട്ടാ. ഓക്കെ ശബ്ദം ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും വീഡിയോ ഓൺ ആവട്ടെ. 9 മണി. ആളുകൾ വന്നുകൊണ്ടിരിക്കും. വരട്ടെ, എല്ലാവരും വരട്ടെ. അപ്പോ നമ്മൾ ഇന്ന് മുതൽ തുടങ്ങിയ 21 ഡേയ്സ് ബിസിനസ് ചലഞ്ചിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിലെ നോളേജ് സെഷനിലെ. ഓക്കെ, പലരും ഗ്രൂപ്പിലുള്ള ആൾക്കാർ, എനിക്ക് തോന്നുന്നു ബഹുഭൂരിപക്ഷം പേരും നമ്മുടെ ഓൾറെഡി ഗ്രൂപ്പിലുള്ള ആളുകളാണ് അല്ലെ, വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകളാണ്. അപ്പോൾ പലർക്കും ആ വാട്സപ്പ് ഗ്രൂപ്പ് എന്തിനാന്ന് പലർക്കും അറിയില്ല. അല്ലെങ്കിൽ ചിലർ വിചാരിക്കുന്നത് ഓൺലി ബിസിനസ് ട്രെയിനിങ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോഴത്തേക്ക് മറ്റുള്ളവർ വരട്ടെ. അതല്ലേ നല്ലത്? സെറ്റല്ലേ? ഞാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഓൺ ആയി കഴിഞ്ഞാലാണ് എനിക്ക് സംസാരിക്കുന്നതിന് കുറച്ചുകൂടി സുഖം കിട്ടുക, എനർജി കിട്ടുക. എനർജി ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് നിങ്ങൾക്കത് തരാൻ എനിക്ക് സാധിക്കും. 1 മണിക്കൂർ നേരം ഉറങ്ങുന്നതിന് 1 മണിക്കൂർ നേരം ഇപ്പൊ തന്നെ ഉറങ്ങാതെ നിങ്ങൾക്ക് കഴിയാൻ സാധിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എല്ലാ ടെൻഷൻസും മാറ്റി വെച്ചിട്ട് അടുത്ത 1 മണിക്കൂർ നമുക്കൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, എനിവേ, ലോകപ്രശസ്തരായിട്ടുള്ള പണ്ഡിതന്മാര് ഉണ്ടാക്കിയിട്ടുള്ള ബിസിനസ്സുകാർക്കുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ബിസിനസ്സുകാർ ഫോളോ ചെയ്യുന്ന ബിസിനസ് റൂട്ടീനുകളാണ് നമ്മൾ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സെക്കൻഡ്. നിഷ പോയോ? ഓക്കെ, ശരി. അപ്പോ ഞാൻ പറഞ്ഞത്, ലോകപ്രശസ്തരായ ബിസിനസ്സുകാര് പിന്തുടരുന്ന ചില റൂട്ടീനുകളുണ്ട്, ദിനചര്യകളുണ്ട്. ആ ദിനചര്യകൾ അതേപടി പകർത്തുന്ന സമയത്ത് നല്ല രീതിയിലുള്ള റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രശസ്തരായ ചിന്തകർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് റോബിൻ ശർമ്മ എന്ന് പറയുന്ന പ്രശസ്തനായ മോട്ടിവേഷനിസ്റ്റിന്റെ 5 AM ക്ലബ് എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കിക്കേ, വളരെ സീരിയസ് ആയിട്ട്. അല്ലെങ്കിൽ അവിടെ കിടന്നുറങ്ങും, എനിക്കറിയാം. ഓണാക്ക്, മാക്സിമം എല്ലാവരും ഓണാക്ക്. നിങ്ങൾക്ക് ഇത് വല്ലതും കിട്ടണമെന്നുണ്ടെങ്കിൽ മതി നിങ്ങൾ വീഡിയോ ഓണാക്ക്, പ്ലീസ്, ദയവ് ചെയ്തിട്ട്. യെസ്, യെസ്, വരട്ടെ, ഇനി വരട്ടെ, ഓപ്പൺ ആവട്ടെ, പ്ലീസ് 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 പ്ലീസ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ആ ബിസിനസ് റൂട്ടീൻസ് അല്ലെങ്കിൽ ബിസിനസ്സുകാരന്റെ റൂട്ടീൻസ് ആണ് നമ്മൾ ആ ഗ്രൂപ്പിൽ BIS21 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുകയും വൈകുന്നേരം വരെയുള്ള റൂട്ടീൻ സെറ്റ് ചെയ്യുകയും, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മനസ്സ്, രണ്ടാമത്തെ കാര്യമാണ് ഹെൽത്ത്, മൂന്നാമത്തത് ടൈം മാനേജ്മെന്റ്, നാലാമത്തത് നോളജ് ഷെയറിങ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ്സുകാരൻ എന്തിനു പഠിക്കണം, ബിസിനസ്സുകാരൻ പഠിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനാണ്, അല്ലെങ്കിൽ നോളേജ് ഡെവലപ്മെന്റ് ആണ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഇന്ന് മുതൽ 30-ാം തീയതി വരെ 21 ദിവസം
നമ്മൾ നടത്താൻ പോകുന്നത്. ഈ 21 ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 21 ദിവസം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണമെന്ന് വിചാരിക്കുന്ന ഏത് സ്വഭാവവും നിങ്ങൾ 21 ദിവസം നിങ്ങൾ പാലിക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കുകയാണെങ്കിൽ, 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും, നിങ്ങളൊരു സ്വഭാവമായിട്ട് മാറും എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്, പറയപ്പെടുന്നത്. സോ ഈ 21 ദിവസം നമ്മൾ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നോളേജ് ഉണ്ടാക്കുകയാണ്, ബിസിനസിനെ കുറിച്ചിട്ടുള്ള നോളേജ്. ഇത് എന്തുകൊണ്ടാണ് ഈ 21 ദിവസം കൂടി ഞാൻ പറഞ്ഞത്? എനിക്ക് ഉറപ്പാണ് ഇതിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, ബിസിനസ് ചെയ്യാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഇവരിൽ 90% ആളുകൾക്കും ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ ബിസിനസ് എന്തിനാണ്, അല്ലെങ്കിൽ ബിസിനസ് എന്തിനാ പഠിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു ബോധ്യവും ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയണ്ടാവില്ല. സോ അവർക്ക് ഇന്നത്തെ ഈ ഇന്ന് മുതൽ തുടങ്ങുന്ന ഈ 21 ദിവസം സെഷൻ നമ്മൾ മെയിൻലി 2 തരക്കാരായിട്ടുള്ള ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ബിസിനസ് തുടങ്ങിയിട്ട് എവിടേക്കോ സ്റ്റക്കായി നിൽക്കുന്ന, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ സർവൈവൽ മാത്രമായിട്ട് പോകുന്ന ആളുകളെ. അവർക്ക് തുടക്കം തൊട്ടിട്ട് ഓരോ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ബിസിനസ് ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഓരോ ദിവസത്തെയും ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതില് നമ്മൾ ആദ്യം ബിസിനസ്സുകാരൻ ആസ് എ പേഴ്സൺ നമ്മൾ തുടങ്ങും. രണ്ടാമത്തത് അവർക്ക് വേണ്ട പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള സംസാരിക്കുന്നത്, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, സെയിൽസിനെ കുറിച്ച്, ആളുകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച്, ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിനെ കുറിച്ച്, ഓപ്പറേഷൻ സ്ട്രാറ്റജികളെ കുറിച്ച്, അതുപോലെ തന്നെ ബിസിനസ്സിൽ നിങ്ങൾ നേരിടുന്ന ചലഞ്ചുകളെ കുറിച്ച്, ഇതൊക്കെ നമ്മൾ ഈ 21 ദിവസം സംസാരിക്കും. ഓക്കെ ആണോ? ഓക്കെ. എത്ര പേർക്ക് പക്ഷെ ഇതൊക്കെ പറഞ്ഞു, എത്ര പേർക്ക് എന്നെ അറിയാം ഇതിൽ? ഇനി നിങ്ങളുടെ മെസ്സേജ് ബോക്സ് ഒക്കെ തുറന്നു വെച്ചോ. അൺമ്യൂട്ട് ചെയ്യേണ്ടവർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. എത്ര പേർക്ക് എന്നെ അറിയാം, അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിൽ ഇതിനു മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? എനിക്കറിയല്ലേ? ഓഹോ. പിന്നെ ഉണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. യെസ്. പിന്നെ എനിക്കറിയാം. ഐ നോ. ഓക്കെ. പിന്നെ ആർക്കൊക്കെ? എനിക്കും അറിയാം. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അറിയില്ല, ട്രാവൽ അറിയില്ലേ? ഓക്കെ, എനിക്കറിയാം. ഓക്കെ. യെസ്. ടോണി സജി അറിയാം. ഓക്കെ. വെരി ഗുഡ്. സോ ഞാൻ എന്നെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ശ്രീജിത്ത് KC, ദി ബിസിനസ് ഇൻഫ്ലുവൻസർ. ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ബിസിനസ് കൺസൾട്ടന്റ് ആണ്, ബിസിനസ് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. ബിസിനസ്സിലെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കുകയും അതിന് സൊല്യൂഷൻ കൊടുക്കുകയും ചെയ്യുന്ന, എന്താ പറയുക, ഒരു ഡോക്ടറാണ്, ബിസിനസ് ഡോക്ടറാണെന്നൊക്കെ നമുക്ക് പറയാം. ബിസിനസ് കൺസൾട്ടന്റ് ആണ്. പിന്നെ എല്ലാ ദിവസവും ബിസിനസ് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനറാണ്, ബിസിനസ് ട്രെയിനറാണ്, സെയിൽസ് കോച്ചാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സുകാരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മിഷൻ. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 300 ദിവസമായിട്ട് എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7 മണി വരെ ബിസിനസ്സുകാരായ ആളുകളെ പഠിപ്പിക്കുന്ന ഒരു സെഷൻ നമുക്കുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള സെഷനാണ്, പെയ്ഡ് സെഷനാണ്, പെയ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ബിസിനസ് കാറ്റലിസ്റ്റ് ഹബ്ബ് എന്നാണ് പേര്. അതിലെ മെമ്പർമാരാണ് ജുഹൈന, ജെയിൻ, അനീന പോലുള്ള, സിന്ധുരതയെ പോലുള്ള, രഞ്ജിനിയെ പോലുള്ള ആളുകൾ. ബാക്കി നിങ്ങൾക്കൊക്കെ അതിന്റെ പാർട്ടാവാൻ പറ്റുന്നവർക്കൊക്കെ പാർട്ടാവാം. അല്ലെങ്കിൽ 21 ദിവസം, അടുത്ത 21 ദിവസം എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി 9 മണിക്ക് നമ്മൾ നമ്മുടെ ഈ ബിസിനസിനെ കുറിച്ച് സംസാരിക്കും. എനിക്ക് ആദ്യം അറിയേണ്ടത് നിങ്ങളെ കുറിച്ചാണ് അറിയേണ്ടത്. നിങ്ങളെ കുറിച്ച് അറിഞ്ഞാലുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അറിയാം, ഞാനിവിടെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഓരോരുത്തരുടെ ബിസിനസിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓരോരുത്തർ ബിസിനസ്സിൽ ചലഞ്ചസുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ, എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ എനിക്ക് അറിയണം, എന്ത് കിട്ടുമെന്ന് കരുതിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അറിയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് തുടങ്ങാം. ഓരോരുത്തരൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തോ? ഓക്കെ, ഞാൻ പേര് വിളിച്ചോട്ടെ എന്നാ. എന്റെ വീഡിയോയിൽ ആദ്യം കാണുന്നത് അഭിജിത്ത് ബേബിയാണ്. അഭിജിത്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കോ? ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്, വെരി വെൽ, പറഞ്ഞോളൂ. എന്റെ പേര് അഭിജിത്ത്. ഞാൻ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറാണ്. ഓക്കെ. അപ്പം ഇപ്പൊ സാർ ഒരു ട്രെയിനറാണ്. അപ്പൊ എങ്ങനെയാണ് സാർ ട്രെയിനിങ് ഒക്കെ എടുക്കുന്നത്, അതിനകത്തുനിന്ന് എങ്ങനെ ഉപയോഗം ഉണ്ടാക്കാം, എങ്ങനെ മാറ്റം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു വന്നതാണ്.
ഓക്കെ. വേറെ ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ടോ അതോ ജസ്റ്റ് എങ്ങനെ? ബിസിനസ് ആയിട്ട് ചെയ്യുന്നുണ്ടോ അതോ സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ടാണോ ചെയ്യുന്നത്? നിലവിൽ സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. ബിസിനസ് ആക്കാൻ വർക്കിംഗ് ക്യാപിറ്റലും എനിക്ക് എന്റെ ബിസിനസ് മോഡൽ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് തന്നെ ഒരു ക്ലാരിറ്റി ഞാൻ വരുത്തി വരുന്നേ ഉള്ളൂ. ഓക്കെ. ഈ 21 ദിവസം കഴിയുമ്പോൾ ഏകദേശം ക്ലാരിറ്റി വന്നോളൂ. ആ ഓക്കെ, ശരി, താങ്ക് യു. യെസ്, വിനോദ് കുമാർ. ഗുഡ് ഈവനിങ് സർ. ഞാനൊരു ഫുഡിന്റെ സംരംഭം ചെയ്യുന്നു. ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയൂ. ഒരു ഫുഡിന്റെ സംരംഭം, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ഫുഡ് ചെയ്യുന്നു. പ്രോസസിംഗ് യൂണിറ്റ്. ഓക്കെ. എത്ര കാലമായിട്ട് ചെയ്യുന്നു? കഴിഞ്ഞ ഒരു 11 വർഷമായിട്ടുണ്ട്. പക്ഷെ അത് സ്കെയിലപ്പ് ആയിട്ടില്ല ഇതുവരെ ഇപ്പോഴും. സ്കെയിലപ്പ് ആയിട്ടില്ല. എവിടെയാ സ്ഥലം? തൃശ്ശൂര്. ശരി, എന്ത് പ്രൊഡക്റ്റാ ചെയ്യുന്നത്? നമ്മള് ഉണ്ണിയപ്പം, അച്ചാറുകൾ, സാമ്പാർ പൊടി, ഒരു 100ഓളം പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷെ കൂടുതൽ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നത്. ഓർഡർ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതെ അതെ. വാട്സപ്പ്, ഫേസ്ബുക്ക് okay. വഴിയാണ് കൂടുതലും ഓൾ ഇന്ത്യ കൊറിയർ Okay. പോകുന്നത്. അബ്രോഡും very good. സാധനങ്ങൾ എത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് വിചാരിച്ച പോലെ ഒരു പ്രോഫിറ്റിൽ ഒരു സ്കെയിലപ്പിലേക്ക് എത്തും. നോ പ്രോബ്ലം, നമുക്ക് എത്തിക്കാം. നമുക്ക് ഈ 21 ദിവസം കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താ ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് സ്കെയിലപ്പ് ചെയ്യാം ഡെഫിനറ്റ്ലി. യെസ്, അനീഷ് മാധവൻ. അനീഷ് പറയൂ. കേൾക്കുന്നില്ല എനിക്ക്. അനീഷ് സംസാരിക്കുന്നില്ല, അതോ സൗണ്ട് ഇല്ലാഞ്ഞിട്ടാണോ? ഞാൻ അനീഷിലേക്ക് വരാം. എനിക്ക് തോന്നുന്നു മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ വരുന്നില്ല, സൗണ്ട് വരുന്നില്ല. യെസ്, സുപിത മോഹൻ. ഗുഡ് ഈവനിങ് സർ. യെസ്, ഗുഡ് ഈവനിങ്. ഞാൻ നമ്മുടെ നാളികേരം എടുത്തിട്ട് ഓയിലാക്കുന്ന ബിസിനസ്സാണ്. ഡ്രൈ ചെയ്തിട്ട് ഓയിലാക്കുന്നുണ്ട്. പിന്നെ വേറൊരു MLM കൂടി ചെയ്യുന്നുണ്ട്. MLM കൂടി ചെയ്യുന്നത്? ഏത് കമ്പനിയാ ചെയ്യുന്നത്? വേറെ ഒരു കമ്പനിയുടെ പേര് പറയണേ, പരിചയപ്പെടുത്താൻ കിട്ടുന്ന അവസരല്ലേ? ഫിജിക്കാട്ട്. ഓക്കെ ഓക്കെ. എന്താണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ബിസിനസ് രണ്ട് ബിസിനസ് അതേ പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഒരു തെക്കായ പോലെയാണ്. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ നാളികേരത്തിന്റെ വില കൂടി നിൽക്കണുണ്ട്. പിന്നെ നാളികേരം കിട്ടാനില്ലാത്തൊരു അവസ്ഥയും കൂടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബിസിനസ്സും അങ്ങനെയാണ്. പിന്നെ നമ്മുടെ MLM ആണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ ടീം വർക്കും വേണമല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു അങ്ങനെ ഇതാണ്, സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത് രണ്ടും. അപ്പൊ അത് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യണം. കേൾക്കുന്നുണ്ടോ? എന്നെ ക്ലിയർ ആണോ? ഓക്കെ, കേൾക്കുന്നുണ്ട് സാർ. താങ്ക് യു. യെസ്, അടുത്തത് സരിൻ സത്യൻ. സാർ, ഞാനിപ്പോ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഒരു ബിസിനസ് തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോ ഞാൻ ഫയർഫോഴ്സുകാർക്ക് എന്താ ഇവിടെ കാര്യം, ഇവിടെ തീപിടുത്തൊന്നുമില്ലല്ലോ എന്ന് പറയാൻ വേണ്ടി വന്നതായിരുന്നു. പറയും. അല്ല, ബിസിനസ് തുടങ്ങാനുള്ള പ്ലാനാണ്. മീൻസ് നമ്മളൊരു ജോലി എന്നുള്ള അതിന്റെ ഒരു മെറിറ്റും ഡീമെറിറ്റും മനസ്സിലാകുന്ന ശരിക്കും മീൻസ് സർവീസിൽ വന്ന ശേഷമാണ്. അപ്പോ എനിവേ ഫ്യൂച്ചറിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോ വെരി ഗുഡ്. സാറിന്റെ ക്ലാസ് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാം. യെസ് പഠിക്കാം. യെസ്, വെരി ഗുഡ് സരി. യെസ്, ധന്യ മോഹൻദാസ്. സാർ, ഞാൻ ഒരു MLM കമ്പനിയാണ് ചെയ്യുന്നത്. ഫിജിക്കാട്ടാണ്. പേര് പറയണം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്റെ ക്യാമറയ്ക്ക് എന്താ ചെറിയ പ്രശ്നം? പറഞ്ഞോളൂ. അപ്പോ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, വെരി ഗുഡ്. നിഷ ലൈനിലുണ്ടോ? നിഷ, എന്റെ ക്യാമറ കാണുന്നുണ്ടോ? എനിക്ക് ഇവിടെ ചെറിയ പ്രശ്നം കയറിയുണ്ട്. കാണുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ
കാണുന്നുണ്ട്, സ്റ്റക്ക് ആവുന്നുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ തിരിച്ചു വരാം. അടുത്ത ആള് പരിചയപ്പെടുത്തിക്കോളൂ. അടുത്തത് അബു താഹിർ, പ്ലീസ്. അബു താഹിർ, ഞാൻ അപ്പൊ ക്യാമറ ഓഫ് ആക്കുന്നുണ്ടേ, പോരാ. യെസ്. എൻ്റെ പേര് താഹിർ, അബു താഹിർ, ചാവക്കാട്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. ഞാൻ ഒരു 16 വർഷമായിട്ട് ഒരു ജ്വൽസ് നടത്തുന്നുണ്ട്. 1 gram ആൻഡ് സിൽവറിന്റെ ഷോപ്പാണ്. ഇനി നെക്സ്റ്റ് അത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇപ്പോൾ പ്രസന്റില് ബിസിനസ് വളരെ മോശമാണ്. കാരണം സിറ്റുവേഷൻ വളരെ പ്രതിസന്ധിയിലാണല്ലോ കാര്യങ്ങൾ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അതിലേക്ക് നെക്സ്റ്റ് അതിന്റെ ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ മറ്റുള്ള ഷോപ്പുകൾ എങ്ങനെ ആഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ഐഡിയയെ കുറിച്ച് കിട്ടുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? യെസ് 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 യെസ്. ഇപ്പൊ ക്ലാരിറ്റി ഉണ്ടോ? എന്നെ ക്യാമറ ഓക്കെ ആണോ? ഓക്കെ, എന്റെ ക്യാമറ ഓക്കെ ആണോ വെച്ചതാ. ഓക്കെ, സെറ്റ് സെറ്റ്. യെസ്. അടുത്തത് ഞാൻ ഇവിടെ നമ്മുടെ ഓൾറെഡി BCH ആൾക്കാരെ പരിചയപ്പെടുന്നില്ല. എനിക്ക് അറിയാവുന്നത് കൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെടണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോട്ടോ, കുഴപ്പമില്ല. അയൂബ് ഇ. അയൂബ്, അയൂബ് അയൂബ് ലൈനിലുണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം. ബാബു PK, ബാബു അൺമ്യൂട്ട് ചെയ്യാൻ അറിയോ? യെസ് യെസ്, പറയൂ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. സാറിന്റെ ക്ലാസ് 1-2 തവണ നേരത്തെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പൊ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ, ഒരു ദിനചര്യ, ഒരു ചിട്ടവട്ടം, ഒരു സിസ്റ്റം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ഊന്നി പറയുന്നതായിട്ട് നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാറിന്റെ രാവിലത്തെ ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും 2-3 ദിവസമൊക്കെ പറ്റിയുള്ളൂ. കാരണം നമ്മൾ അതേ സമയത്ത് വേറെ പല കാര്യങ്ങളുമായി കമ്മിറ്റഡ് ആണ് എന്നൊക്കെ പറയാം. അപ്പൊ എന്തായാലും തികച്ചും വ്യത്യസ്തമാവുന്ന അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആകേണ്ടതിന്റെ ആവശ്യകത ഇവിടെ ഊന്നി പറയുന്നതായിട്ട് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഏതായാലും അതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതാണ് ഏതാണ്ട് രൂപരേഖ. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാറില്ലേ? താങ്ക് യു താങ്ക് യു താങ്ക് യു. കേൾക്കുന്നുണ്ട്, എനിക്ക് കേൾക്കുന്നുണ്ട്. എന്റെ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ നമുക്ക് റിയ ട്രാവൽ ഒന്ന് സംസാരിക്കും. റിയ ട്രാവൽ. ഹായ് സാർ, ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ്, ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഞാനിവിടെ നാട്ടില് കൊണ്ടോട്ടി, മലപ്പുറം അടുത്താണ് സ്ഥലം, കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടുത്ത്. ഓക്കെ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ഏകദേശം ലാസ്റ്റ് 30 വർഷമായിട്ട് ട്രാവൽ ഫീൽഡിൽ തന്നെയാണ് ഉള്ളത്. ഒരു 10 വർഷത്തോളായിട്ട് സ്വന്തമായിട്ടുള്ള ഫേമാണ്, ട്രാവൽ ഏജൻസിയാണ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. നിലവിലിപ്പോ സ്റ്റിക്ക് ഓൺ ആണ് നിലവിലുള്ളത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ഒരു രൂപരേഖ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് സാറ് ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ബൈജു, ബൈജു. യെസ്, ഞാൻ ഇന്നത്തെ ദിവസം കുറച്ചിങ്ങനെ എല്ലാവരും പരിചയപ്പെടാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് ടൈം തന്നെ. പക്ഷെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നത് ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയ പ്രധാനം നെറ്റ്വർക്കിംഗ് ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ശരിയല്ലേ? യെസ്, പറയൂ ബൈജു. ഗുഡ് ഈവനിങ് സാർ. യെസ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ബൈജു സാം, കോഴിക്കോടാണ്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആണ്. കമ്പനി മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. നല്ല ഒരു ടീം ഉള്ള ഒരാളാണ്. 10,000-3000 ആളുകളുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. രാവിലത്തെ ക്ലാസ് എനിക്കും ഈ ആഫ്റ്റർ കോവിഡ് എല്ലാവരും ഓൺലൈനിൽ ഉള്ളത് കൊണ്ട് തന്നെ രാവിലത്തെ മീറ്റിങ്ങിൽ വല്ലാതെ വരാൻ പറ്റിയിട്ടില്ല. രാത്രി ആയതുകൊണ്ട് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇതിൽ കൂടി പറ്റുമെങ്കിൽ എന്ന് വിചാരിച്ചു വന്നതാണ്. ഇനി ഉള്ള ആളുകളൊന്നും വീഡിയോ ഓണാക്കാത്ത ആളുകളാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? വീഡിയോ ഓണാക്കാത്ത ആളുകളെ വിളിക്കണോ അതോ പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് വീഡിയോ അൺമ്യൂട്ട് ചെയ്തങ്ങ് സംസാരിച്ചേക്ക്. ആരാ? വിജി ജോസഫ്, വീഡിയോ ഓണാക്കിയാൽ പറയൂ. ഞാൻ കൊല്ലത്തുനിന്നാണ്. എനിക്ക് ഓൾറെഡി 2 ബിസിനസ് ഉണ്ട്. ഒന്ന് ഹോം സ്റ്റേ ആണ്, JV ഹോം സ്റ്റേ എന്നറിയപ്പെടും. അത് തെറ്റില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. രണ്ടാമതുള്ളത് ഒരു ടെക്സ്റ്റൈൽസ് ആണ്. അപ്പം ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനുഫാക്ചറിങ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വെച്ചിട്ടാണ്. അപ്പം അതിനോടനുബന്ധിച്ച് ബിസിനസ്സിനെ പറ്റി പഠിക്കണമല്ലോ. അപ്പം മാർക്കറ്റിങ്ങും
അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. വെരി ഗുഡ് ബിച്ചി. യെസ് യെസ്. ഫമിന. ഹായ് സാർ, യെസ്. എൻ്റെ പേര് ഫമീന എന്നാണ്. ഞാൻ എറണാകുളമാണ്, സ്ഥലം കളമശ്ശേരി, എറണാകുളത്ത്. ബിസിനസ് പറയുന്നത് യൂണിഫോംസിന്റെ പരിപാടിയാണ്. കസ്റ്റമൈസ്ഡ് ടീഷർട്സ് ആൻഡ് യൂണിഫോംസ് ആണ്. എറണാകുളം, ബേസിക്കലി എറണാകുളം തന്നെയാണ് നമുക്ക് വരുന്നത്. തിരുപ്പൂരാണ് യൂണിറ്റ് വരുന്നത്. ഇപ്പൊ കൊളാബ് ചെയ്ത് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസന്റ്ലി ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്, അനീഷ് മാധവൻ. ഇപ്പൊ സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് നോക്കി. യെസ് അനീഷ്. നമസ്കാരം സാർ. യെസ്, നമസ്കാരം അനീഷ്. യെസ്, കേൾക്കുന്നുണ്ട്, പറയൂ. സാറേ, എന്റെ നാട് വന്നിട്ട് പാലക്കാടാണ്. പാലക്കാട് എവിടെയാണ്? പാലക്കാട് മലമ്പുഴ ഭാഗത്താണ്. ഞാനും പാലക്കാട്ടുകാരനാണ്. അപ്പോ ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ കോയമ്പത്തൂരാണ്, ഗോൾഡ് വർക്കാണ്. ഞാനൊരു MLM ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കൊറോണയുടെ സമയത്തായിരുന്നു അത്. മറ്റേ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിൽ തന്നെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ സ്റ്റക്കായിട്ട് ഞാൻ ഇപ്പോൾ വീണ്ടും എൻ്റെ ജോലിക്ക് തന്നെ തിരിച്ചു വന്നു, ഗോൾഡ് വർക്കിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്ന് മനസ്സായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇതിൽ അറിയാൻ, ബിസിനസ് ചെയ്യാൻ പുതിയതായിട്ട്. നമുക്ക് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ. ഇനി ആർക്കെങ്കിലും സ്വയം പരിചയപ്പെടുത്തണമെന്നുണ്ടോ? ബുദ്ധിമുട്ട് കൊണ്ട് വീഡിയോ ഓണാക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് അടുത്ത 2 മിനിറ്റിൽ വന്നിട്ട് പരിചയപ്പെടുത്താം. യെസ്, പേര് വിളിക്കണോ? യെസ്, ഷംസുദ്ദീൻ. വീഡിയോ ഓണാക്കിക്കൊണ്ട് വെച്ചാണ്, പറയൂ. എന്റെ പേര് ഷംസുദ്ദീൻ. ഞാൻ മലപ്പുറമാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ് ഉള്ളത്. ഇവിടെ ഇതുവരെ ഞാനൊരു ഷിപ്പിംഗ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, ദുബായിൽ ഒരു ഓൾമോസ്റ്റ് 10 ഇയർ. ഇപ്പൊ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഈ ക്ലാസിനെ കുറിച്ചുള്ള ജ്വല്ലറി ഫീൽഡാണ്. അപ്പോ ഈ ക്ലാസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോ ഒരു ബൂസ്റ്റ് കിട്ടല്ലോ എന്ന് കരുതിയിട്ട് വന്നതാണ്. നെക്സ്റ്റ് ഉണ്ണീൻ കുട്ടി ഓൺ ആക്കിയിരുന്നു. സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാം. വീഡിയോ ഓൺ ചെയ്തിരുന്നു. ഞാൻ മ്യൂട്ട് ചെയ്ത. യെസ്, ഗുഡ് ഈവനിങ്. പ്രവാസിയായിരുന്നു കുറേ കാലം. ഇപ്പൊ നാട്ടിലാണ്. ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ട്. അപ്പോ ഇതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടാം, എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലോ എന്ന് കരുതിയിട്ട് ജോയിൻ ചെയ്തതാണ്. താങ്ക് യു. യെസ്. സിജോ ഓഡിയോ ഓൺ ചെയ്ത് പോയി. സിജോ ലൈനിലുണ്ടോ? ഇവിടെയുണ്ട്. എന്നാ വരട്ടെ. തൃശ്ശൂരുകാരനാണ്. അക്ഷയാണ്, ലോൺ കൺസൾട്ടന്റ് ആണ്. ഞാനും ശ്രീധരനും തമ്മിൽ കുറച്ച് ബന്ധങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങനെ കയറുന്നു. ഇനി ഇതിൽ കൂടുതൽ കുറെ പേരെ പരിചയപ്പെടാനുണ്ട്, ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. മാക്സിമം എല്ലാവരും ബിസിനസിന് വേണ്ടിയിട്ടും അല്ലാതെയും ഒരു സൗഹൃദ ബന്ധം ഉപയോഗിക്കാനുള്ളതാണ് ഇതിൽ വരുന്നതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. 21 ദിവസം ഞാനും കൂടെ ഉണ്ടാവും. യെസ്. സോ മനോജ് മുഹമ്മദ് ഓരോരുത്തരുടെ വീഡിയോ ഓണാക്കി വരിക കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിക്കുന്നത്. എല്ലാവരും മാക്സിമം പരിചയപ്പെട്ടോട്ടെ. പറയൂ മനോജ്. ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം, മ്യൂട്ടിലാണ് കിടക്കുന്നത്. ഒരു മിനിറ്റ്. യെസ്, ഇപ്പൊ പറഞ്ഞു. സൗണ്ട് ക്ലിയർ അല്ല. ഹെഡ്സെറ്റിന്റെ പ്രശ്നം. ആറ്റിങ്ങൽ. ഓക്കെ. സൂപ്പർ മാർക്കറ്റ്. ഓക്കെ. സൗണ്ട് ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് പരിചയപ്പെടാം മനോജ്. എനിവേ സൗണ്ട് വളരെ ലോ ആണ്, ഞാൻ ചെറുതായിട്ട് എടുത്തതാണ്. ഓക്കെ, നമുക്ക് പരിചയപ്പെടാം. ഒന്ന് സൗണ്ട് ശരിയായിക്കോളൂ. എനിക്ക് ആദ്യം പറയാനുള്ളത്, ബിസിനസ്സുകാരായിട്ടുള്ള എല്ലാവരോടും എനിക്ക് ആദ്യം പറയാനുള്ള കാര്യം, നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ കിട്ടുന്ന ഏതൊരവസരവും നിങ്ങൾ മുതലാക്കിക്കൊള്ളണം. അതിൽ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും നല്ല വീഡിയോ ആക്കിയിട്ട് ഇരുന്ന് നല്ല ശബ്ദത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കണം. കാരണം നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളെ കണ്ടു കഴിഞ്ഞ് നിങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ.
കണ്ടിപ്പാ നിർബന്ധമായിട്ടും അതേ നടക്കുള്ളൂ. അത് എല്ലാവരും മനസ്സിലായിക്കോളൂ. ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ബിസിനസ്സുകാരൻ ഒരിക്കലും ഒരു സാധാരണക്കാരനല്ല. ബിസിനസ്സുകാരൻ ഒരിക്കലും ഒരു സാധാരണക്കാരനല്ല. ഇപ്പൊ കണ്ടോ, വീഡിയോ ഓഫാക്കാൻ ആരോടും പറഞ്ഞില്ല. പല വീഡിയോസും ഓഫായി. ഓണാക്കി വെക്ക്. നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ കിട്ടുന്ന അവസരം. ഇപ്പൊ കണ്ടോ, ഞാൻ വീഡിയോ ഓണാക്കി വെച്ചവരെ മാത്രമേ ഞാൻ വിളിച്ചുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പിന്നിലേക്കാ നിൽക്കുന്നത്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എന്തുകൊണ്ടാ? കസ്റ്റമർ, ഞാൻ നിങ്ങളുടെ കസ്റ്റമറാ. എന്നെ ഇപ്പൊ ഞാനിവിടെ എന്റെ ക്യാമറ പോയപ്പോ ഞാനിവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചു. കാരണം എന്നെ കാണാണ്ട് എങ്ങനെ നിങ്ങൾ എന്റെ ക്ലാസ് ശ്രദ്ധിക്കുക എന്നുള്ളതായിരുന്നു ടെൻഷൻ. നിങ്ങൾ എല്ലാവരും വീഡിയോ ഓണാക്കണം. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇത് ഡിജിറ്റൽ യുഗത്തിന്റെ കാലമാണ്. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്യണം. ഞാൻ അതിൽ 2-3 ടിപ്പ് കൂടി പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ നോക്ക്, നിഷ ഇരിക്കുന്നുണ്ട്, അനീഷ് ഇരിക്കുന്നുണ്ട്, ബാബു ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രത്യേകത എന്താ? അവര് ഫുൾ സ്ക്രീനിലായിരിക്കുന്നത്. നമ്മൾ മൊബൈൽ ഫോൺ വെക്കുന്ന സമയത്ത്, സൂം ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയല്ല ഫോൺ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കണം. ഹൊറിസോണ്ടൽ ആയിട്ട് വെക്കുമ്പോൾ എന്താ, നിങ്ങളെ വ്യക്തമായിട്ട് ആളുകൾക്ക് കാണാൻ സാധിക്കും. നമ്പർ 1, ഫുൾ ടൈം വീഡിയോ ഓൺ ആക്കണം. 55% നിങ്ങളുടെ ലിസണിങ് സംഭവിക്കുന്നത് വീഡിയോ ഓൺ ചെയ്ത് വെക്കുന്ന സമയത്താണ്. 55%. അതായത് മാക്സിമം വീഡിയോ ഓൺ ആക്കി വെക്കുന്നവർക്ക് ആരൊക്കെയാണ് അതിനുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്? ദിശ ഒന്ന് ഡീൽ ചെയ്യണേ. %55 എന്ന് പറയുന്നത് ക്യാമറ ആക്കിയപ്പോ ഫോൺ ചൂടാവുന്നു. അതൊന്നും എന്റെ വിഷയമല്ല. നല്ല ഫോൺ ഉപയോഗിക്കണം, നല്ല നെറ്റ് ഉണ്ടായിരിക്കണം, നല്ല രീതിയിൽ ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റണം. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? റെഡിയല്ലേ? ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വന്നവരാ അല്ലേ? അല്ലേ സൂരജ്? ഇവിടെ വന്നവരെല്ലാവരും പുതിയ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് വന്നവരാ. നമുക്ക് പുതിയ കാര്യങ്ങൾ തരാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം എനിക്ക് നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് തോന്നുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ ക്ലാപ്പ് ചെയ്യുന്നു. കാരണം നിങ്ങൾ സാധാരണ ഇവിടെ വരുന്ന സാധാരണക്കാരായ ചില ബിസിനസ്സുകാരുണ്ട്. എനിക്ക് എല്ലാം അറിയാം, എനിക്ക് പുതുതായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കണ്ടത് എത്ര കൊല്ലമായിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നു, എനിക്കറിയാത്ത എന്ത് കാര്യമായുള്ളു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ ഓൾറെഡി നമ്മുടെ നാട്ടിലുണ്ട്. എന്നോട് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അവൻ ബിസിനസ് തുടങ്ങിയിട്ട് ഇങ്ങനെ പൊട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 കോടി രൂപ കടത്തിൽ നിൽക്കുക. എന്നിട്ട് എന്നോട് ചോദിച്ച കാര്യം എന്താണെന്നറിയോ? യൂസഫ് അലി ബിസിനസ് പഠിച്ചിട്ടൊന്നല്ലല്ലോ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂസഫ് അലി ബിസിനസ് പഠിക്കണ്ടോ അല്ലേ നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? ഇത് ചോദ്യത. യൂസഫ് അലി പഠിക്കാണ്ട്, യൂസഫ് അലി പുതിയ ട്രെൻഡിനെ കുറിച്ച് മനസ്സിലാക്കാതെ, പുതിയ സ്ഥലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാതെ, കസ്റ്റമറുടെ ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കാതെ ബിസിനസ് നടത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ബൈജു ഭായ്, ഓരോ ദിവസവും രാവിലെ എന്തിനാ ക്ലാസ്സിലിരിക്കുന്നത്? പുതിയ കാര്യങ്ങൾ, ആളുകളുടെ മനസ്സ്, കസ്റ്റമറുടെ സ്വഭാവങ്ങള്, പുതിയ ട്രെൻഡ്, എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു മനസ്സിലാക്കാനാണല്ലോ. അതുകൊണ്ടാണല്ലോ രാവിലെ വരാത്തത്. അല്ലട കട തുടങ്ങിയിട്ടല്ലോ രാവിലെ വരാത്തത് ക്ലാസ്സിൽ അല്ല. സ്വാഭാവികമായിട്ടും പഠിക്കുന്ന ബിസിനസ്സുകാരൻ പഠിക്കാത്ത ബിസിനസ്സുകാരന്റെ 3 ഇരട്ടി ബിസിനസ് ചെയ്യുന്നു. ഏറ്റവും മിനിമം. പഠിക്കാത്ത ബിസിനസ്സുകാരനേക്കാൾ പഠിക്കുന്ന ബിസിനസ്സുകാരൻ 3 ഇരട്ടി ബിസിനസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതുകൊണ്ട് തന്നെ എന്റെ സജഷൻ, എൻ്റെ അടുത്ത് വന്ന് പഠിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. നിങ്ങൾ എന്നും ബിസിനസ് പഠിച്ചിരിക്കണം. നമുക്ക് നമ്മുടെ ബിസിനസിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് 2 കാര്യത്തിലാണ്. ബിസിനസിന്റെ പെർഫോമൻസ് 2 കാര്യത്തിലാണ്. എന്തൊക്കെ അറിയത്? ഒന്ന്, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, നമ്മുടെ ഫീൽഡിനെ കുറിച്ച്, നമ്മൾ സെല്ല് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള നോളേജ് ആണ് ആദ്യത്തെ കാര്യം. നോളേജ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നോളേജ് നമുക്കുണ്ട് ഓൾറെഡി. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഈ കസ്റ്റമറെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ കസ്റ്റമർക്ക് നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം, അവർക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാം, അവരെങ്ങനെ ഹാപ്പി ആക്കി നിർത്താം, സാറ്റിസ്ഫൈ ആക്കി നിർത്താം എന്നുള്ള സ്കില്ലാണ് രണ്ടാമത്. ബിസിനസ്സുകാരൻ നോളേജ് പ്ലസ് സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അവന്റെ ബിസിനസ്സിനെ അത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ മാത്രമേ അവന്റെ ബിസിനസ് പെർഫോം ചെയ്യുള്ളൂ. ഇവിടെ ആരോ പറഞ്ഞു,
ഞാൻ 10-12 വർഷമായിട്ട് ബിസിനസ് നടത്തുന്നു, എനിക്ക് സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന പലരുടെയും അവസ്ഥ എന്ന് പറയുന്നത് സ്ട്രഗിളിംഗ് സ്റ്റേജിലാണ്. അവർക്ക് സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റാത്തത്? വെരി സിമ്പിൾ. ഫസ്റ്റ്, നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നുണ്ടാവും, ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയണ്ടാവും, എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവും. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചേഞ്ച് കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ നിങ്ങൾ ചേഞ്ച് കൊണ്ടുവരണം. നിങ്ങളിൽ നിങ്ങൾ ചേഞ്ച് കൊണ്ടുവരണം. സാധാരണക്കാരനായ രാവിലെ 9 മണിക്ക് ജോലിക്ക് പോയി വൈകുന്നേരം 5 മണിക്ക് ജോലി കഴിഞ്ഞ് വരുന്ന സാധാരണക്കാരനായ ഒരാളെ പോലെ നിങ്ങളും ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഒരിക്കലും വളരില്ല, വളരാൻ സാധിക്കില്ല. ഇതിലിരിക്കുന്ന പലരും എന്ത് ചെയ്യുന്നറിയോ? ബിസിനസ് സൈഡായിട്ടാണ് ചെയ്യുന്നത്. ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ബിസിനസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. സൈഡ് പരിപാടിയാണ് അല്ലെ? ചിലര് ബിസിനസിനെ കുറിച്ച് സീരിയസ് ആയിട്ട് കാണാത്ത കുറച്ച് ആളുകളുണ്ട്. ബിസിനസ് എന്താന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് ഇല്ലേ? ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? വെരി സീരിയസ്ലി നിങ്ങൾ ഈ സംഭവം നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ, എഫേർട്ട് ഇട്ടാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ള ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ആണോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സൈഡ് മാത്രം സംസാരിക്കുന്ന ആളെന്നല്ല. എനിക്ക് യെസ് വളരെ ശരിയാണ് സർ. യെസ്, എൻ്റെ ഒരു ചോദ്യം ഇത്രയാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ ചലഞ്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ചലഞ്ച് ഉണ്ട്. എനിക്ക് 21 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്ന് എനിക്കറിയണം. അതിന് മുന്നേ എൻ്റെ ചോദ്യം, നിങ്ങളുടെ ഒരു നോട്ട് ബുക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾ എഴുതി വെക്കുന്നത് ഒരു നോട്ടിലാണെന്ന് ഞാൻ കരുതുന്നു. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളിപ്പോ നിങ്ങളുടെ ബിസിനസ്സിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന 3 പ്രശ്നങ്ങൾ, ചലഞ്ചുകൾ ഒന്ന് എഴുതി വെക്കും. ഞാൻ ആദ്യം പറയുന്ന കാര്യം, ഒരു 100 പേജിന്റെ ഒരു 50 പേജിന്റെ ഒരു ബുക്ക് നിങ്ങൾ കരുതണം എഴുതാൻ. ബൈജുവിന്റെ കയ്യിലുണ്ട്. അതിന്റെ ആദ്യം നിങ്ങൾ എഴുതി വെക്കേണ്ട കാര്യം എന്താണെന്നറിയോ? യെസ്, ആദ്യം എഴുതി വെക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ബിസിനസ്സിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ചലഞ്ചുകൾ. 1 ആവാം, 2 ആവാം, 3 ആവാം, 5 ആവാം, ഒരു പ്രശ്നമില്ല. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോട്. ഇല്ല സാറേ, എനിക്ക് ചലഞ്ച് ഒന്നുമില്ല. ഉറപ്പിച്ച് പറയുന്നു, ചലഞ്ച് ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡെഡ് ആണ് എന്നാണ് അർത്ഥം. നിങ്ങൾക്ക് ഒരു ചലഞ്ച് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഡെഡ് ആണ്, മരിച്ചുപോയി, നിങ്ങളുടെ ബിസിനസ് ഇല്ല, നോട്ട് എക്സിസ്റ്റ് എന്നുള്ളതാണ് അർത്ഥം. കാരണം ഏത് ബിസിനസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിലും ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചലഞ്ചുകൾ ഇല്ലെങ്കിൽ അതൊരു ബിസിനസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. വെരി സീരിയസ്. യു മസ്റ്റ് ഹാവ് ചലഞ്ചസ് വിത്ത് യു. ഇനി ഈ ചലഞ്ചുകളെ മാറ്റിയിട്ട് പ്രോപ്പർ ആയിട്ട് റിസൾട്ട് കൊണ്ടുവരികയാണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എന്റെ അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത 3 മാസം നമുക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എടുക്കാം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം അല്ലെ? ഓഗസ്റ്റ് 15 മുന്നേ, ഇന്നിപ്പോ 10 അല്ലേ, നമുക്കൊരു 3 മാസം എടുക്കുന്നു. 90 ദിവസം, 90 ഡേയ്സ്. ഈ 90 ദിവസത്തിൽ അല്ല ജൂൺ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വെക്കാം. സെപ്റ്റംബർ 15 എടുക്കാം. 90 ദിവസം. ഈ 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപയുടെ ബിസിനസ് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം എന്ന് എഴുതി വെച്ചേ. എത്ര ആയിക്കോട്ടെ, എത്ര രൂപയുടെ ബിസിനസ് ഉണ്ടാവണമെന്നാണ് ആഗ്രഹം എന്ന് എഴുതി വെച്ചോ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവൻ സംസാരിക്കുന്നത് പ്യുവർ ബിസിനസ് ആണ്. ഞാൻ സാധാരണ രീതിയിൽ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളും സംസാരിക്കാത്ത ആളെ. ബിസിനസ് ആണ് നമ്മുടെ വായു. ഓക്കെ, വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ സംസാരിച്ച് കളയും. ഒന്നും തോന്നരുത്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളേ. ചിലര് വീഡിയോ ഓഫാക്കി കരയേണ്ടിയൊക്കെ വരും, കാരണം കുറച്ച് കടികട്ടിയൊക്കെ സംസാരിക്കും അടുത്ത 10 ദിവസങ്ങളിൽ. ഓക്കെ,
ശരി, നിങ്ങൾക്ക് അടുത്ത 90 ദിവസം കൊണ്ട് എത്ര രൂപ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ എഴുതി വെച്ചോ? എഴുതി വെക്കും. എഴുതിയോ? ഇനി പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ചലഞ്ച്, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചലഞ്ച് എന്ന് തോന്നുന്നത്, ഒന്നില്ലെങ്കിൽ ചാറ്റിലിടണം, അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോടൊന്ന് പറയൂ. പറയാൻ പറ്റുകയാണെങ്കിൽ മാത്രം മതി, നോ പ്രോബ്ലം. അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു ചലഞ്ച് ഉണ്ടെങ്കിൽ പറയും. സ്റ്റാഫ് മാനേജ്മെന്റ്. യെസ്, തൗഫീഖ്. തൗഫീഖിന് എത്ര പേര് സ്റ്റാഫ് ഉണ്ടെന്ന് കൂടി ഒന്ന് ഇട്ടെ. എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് കൂടി ഇട്ടെ. യെസ്, എനിബഡി? 8 പേര്. ഓക്കെ, 8 പേരേ ഉള്ളൂ. നെക്സ്റ്റ് സെറ്റാക്കാം കേട്ടാ. കോമ്പറ്റേഷൻ. യെസ്, കോമ്പറ്റേഷൻ. ഓക്കെ, കോമ്പറ്റേഷൻ കാരണം നിങ്ങളുടെ പ്രോഫിറ്റ് കുറയുന്നു അല്ലേ കമറുദ്ദീൻ? അതല്ലേ പ്രശ്നം? നിങ്ങളുടെ റേറ്റ് കുറയ്ക്കേണ്ടി വരുന്നു. ഭയം. എങ്ങനെ? ആരപ്പ സംസാരിച്ച? ഉണ്ണീൻകുട്ടി പറയൂ. ക്ലിയർ ആയില്ല. സെയിൽസ് ക്ലോസിംഗ്. ഓക്കെ ഓക്കെ, യെസ്. നെക്സ്റ്റ് ആരാ? ഭയം. താഹിർ എഴുതിയിരിക്കുന്നു ഭയം. പിന്നെ നെക്സ്റ്റ് ഭയം എന്ന് ഉദ്ദേശിച്ചത് സ്റ്റോക്ക് ഇറക്കാനുള്ള ഒരു ഭയം, അത് റിട്ടേൺസ് കിട്ടുമോ എന്നുള്ളൊരു ഭയം. ഓക്കെ, സ്റ്റോക്ക് ഇറക്കാനുള്ള ഭയം. യെസ് യെസ്. എന്തിന്റെ ബിസിനസ്സാ പറഞ്ഞത്? എനിക്ക് ഈ സിൽവർ ആൻഡ് 1 ഗ്രാം. സിൽവർ 1 ഗ്രാം ഗോൾഡ് അല്ലേ? യെസ്. അതിനെന്താ കാരണം എന്നറിയോ? ആ ഭയത്തിന് എന്താ കാരണം എന്നറിയോ? പൈസ ഇറക്കി തിരിച്ചു കിട്ടുമെന്ന് പറയാൻ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ വരുമോ എന്നുള്ള സംശയം. കസ്റ്റമർ വരുമോ, കസ്റ്റമർ വാങ്ങുമോ എന്നുള്ള ഭയ അല്ലേ? അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്ന അറിയോ? കസ്റ്റമറെ കണ്ടുപിടിക്കാൻ ഉള്ള ഭയ. കസ്റ്റമറെ കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാത്തത് കൊണ്ടാ. അതിന് കച്ചവടം പഠിച്ചാൽ മതി, ബിസിനസ് പഠിച്ചാൽ മതി, സെയിൽസ് പഠിച്ചാൽ മതി, മാർക്കറ്റിംഗ് പഠിച്ചാൽ മതി. യെസ്, റെഡി ആയിക്കോ. പക്ക സെറ്റ് ആക്കിയിരിക്കും. ഓക്കെ, താങ്ക് യു. യെസ്, എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്നത് ഫിയർ ഫിയർ ഫിയർ. ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി ഫ്രം മൈ ടീം. പ്രൊഡക്ടിവിറ്റി കൂട്ടണം. യെസ്, ബൈജുവിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം എന്നുള്ളതാണ്. ഓക്കെ, യെസ് 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 യെസ്. നമ്മുടെ പണ്ട് കാരണവന്മാര് പറയേ, ഏതൊരു മരത്തിന്റെയും പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ വേരിലാണ്. അങ്ങനെയല്ലേ സാക്കിർജി പറയാറ്? അവന്റെ വേരിലാണ് ഏറ്റവും വലിയ പ്രശ്നം, മരത്തിലല്ല. അതുപോലെ ഇവിടെയും പ്രശ്നം വേരിൽ തന്നെയാണ്. ആദ്യത്തെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളിലാണ് പ്രശ്നം. നിങ്ങളിലാണ് പ്രശ്നം. ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുന്ന ആളിലാണ് പ്രശ്നം. ഒരു ബിസിനസ്സുകാരൻ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്. ഇതിങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ഷർട്ടിന്റെ കയ്യ് മടക്കിയിട്ട് ഇറങ്ങി ചെന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല കച്ചവടം. ഏറ്റവും സിമ്പിൾ ആയിട്ട് കുറച്ചു കാലം എനിക്ക് ജോലി ചെയ്തു, ഇനി എനിക്ക് കുറച്ച് കാശ് അധികം വേണം, പൈസ കൂടുതൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് തുടങ്ങേണ്ടതല്ല ബിസിനസ്. നമ്മുടെ നാട്ടിൽ എല്ലാവരും ചപ്പാത്തിക്കട തുടങ്ങിയ കാലം ഉണ്ടായിരുന്നു. എല്ലാവരും ചപ്പാത്തിക്കട. അപ്പൊ അവന് കച്ചവടം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എനിക്കും കച്ചവടം കിട്ടുമെന്ന് കരുതുന്ന ആ രീതിയിൽ തുടങ്ങേണ്ടതല്ല ബിസിനസ്. മറ്റുള്ളവൻ എന്തോ ചെയ്യുന്നു അതുപോലെ കോപ്പി അടിക്കുക എന്നുള്ളതല്ല കച്ചവടം. MLM-ലൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അപ്പുറത്തെ ഒരാളെ നന്നായിട്ട് ചെയ്യുന്നു, എനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ മറ്റുള്ളവരെ കണ്ടു തുടങ്ങേണ്ടതല്ല നമ്മൾ കച്ചവടം, ബിസിനസ്. നമ്മളെ ആദ്യം പരുവപ്പെടുത്തിയെടുക്കണം, സെറ്റ് ചെയ്തെടുക്കണം. ആ സെറ്റ് ചെയ്തെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് മൈൻഡ് സെറ്റ്. നിങ്ങളുടെ മനസ്സ്. കമറുദ്ദീൻ, എന്നെ സംബന്ധിച്ചോളം എനിക്ക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇന്ന് വരെ ഒരു പ്രശ്നമേ ആയിട്ടില്ല. എന്താ കാരണം എന്നറിയോ? നിങ്ങൾക്ക് കേരളത്തിലെ ഒരു 10 ബിസിനസ് കോച്ചിനെ പറ്റി പറഞ്ഞു തരാൻ പറ്റുമോ? 10 ബിസിനസ് കോച്ച്. പറയണമെന്നൊന്നുമില്ല, ബുദ്ധിമുട്ടാവുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഓക്കെ, 10 ബിസിനസ് കോച്ചിനെ പറ്റി പറയാൻ പറഞ്ഞ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5. എന്റെ പൈസ തീരുമാനിക്കുന്നത് ഞാനാണ്.
അതിലെനിക്ക് ഒരു കോമ്പറ്റീഷനും എനിക്ക് ഇന്ന് വരെ ഫീൽ ചെയ്തിട്ടില്ല. എന്റെ സെയിൽ ക്ലോസ് ചെയ്യുന്നത് ഞാനും എന്റെ ടീമും ഇരുന്നിട്ടാണ്. എനിക്ക് ഒരു ടെൻഷനും ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സെയിൽസ് ക്ലോസിംഗ് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് പ്രശ്നമില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ മനസ്സിനെയാണ്. എന്റെ മനസ്സിനെയാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ ചെയ്യൂ. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ട് ചെയ്യണം എന്നുള്ളത് എന്റെ ആവശ്യമാണ്. എനിക്ക് പറ്റാത്ത കാര്യം ഞാൻ ചെയ്യാറില്ല. എന്റെ മനസ്സിനെ ഞാൻ ആദ്യം പരുവപ്പെടുത്തിയിരിക്കുന്നത് നിന്നെ കൊണ്ടത് പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് എന്റെ ആദ്യത്തെ സംഭവം. ഒരു കാര്യത്തിലും ഞാൻ ഡൗട്ട് അടിക്കാറില്ല എനിക്ക് ചെയ്യേണ്ട പ്രവൃത്തി. ഇവിടെ ഇരിക്കുന്ന പലരിലും ഞാൻ ഒരു വേർഡ് കണ്ടു, ഫിയർ ഓഫ് ഫെയിലിയർ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. ഒരു സാധാരണക്കാരനായ ഒരാൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ചില ബാറുകളുടെ മുന്നിൽ വൈകുന്നേരം അടിച്ച് ഫിറ്റായിട്ട് നിന്നിട്ട് വീട്ടിലേക്ക് പോവാൻ പറ്റാതെ നിൽക്കുന്ന കുറെ ചേട്ടന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ? ഉണ്ടല്ലോ. യെസ്, കുറെ പേരെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ അതിൽ പലരും അങ്ങനത്തെ ആൾക്കാരും ആയിരിക്കാം. ഇപ്പൊ ആയിരിക്കില്ല അത് വരുന്നു, കാരണം സൂമൊക്കെ ഓണാക്കിയിരിക്കുന്നതല്ലേ. പക്ഷേ ഇവർക്ക് എന്തുകൊണ്ടാണ് അവരുടെ വീടെത്താൻ സാധിക്കാത്തത്? നമ്മൾ പലരും പറയും അത് കള്ള് കുടിച്ചത് കൊണ്ടാണ്, കള്ളിന് എന്താ പറയാ നമ്മളെ മയക്കിയത് കൊണ്ടാണ്, പല കാരണങ്ങൾ പറയും. വളരെ സിമ്പിളാണ്. കള്ള് കുടിച്ചത് കൊണ്ട് അവനൊരു തീരുമാനം പ്രോപ്പറായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവന്റെ മനസ്സ് അല്ലെങ്കിൽ അവന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ആ മനസ്സിന് ഒരു ഡൗട്ട് ഉണ്ട്, ഇത് അവിടെ എത്തുമോ, അല്ലെങ്കിൽ എവിടേക്കാ പോവേണ്ടത്, ഇത് പോയിട്ട് കാലും കൈ നീർന്നിട്ട് അവിടെ എത്തുമോ എന്നുള്ളൊരു ഡൗട്ട് തലച്ചോറിനുണ്ട്. ആണോ? അതുകൊണ്ടാണ് ആ ആളുകൾ മിക്കവാറും വീടെത്താത്തത്. ഞാനൊരു കാര്യം പറയുന്നു ഇവിടെ ഇരിക്കുന്ന കച്ചവടക്കാരോടാ. നിങ്ങൾ ഓരോ മാസവും ടാർഗറ്റ് വെക്കാറുണ്ടോ? വെക്കാറുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് ഏതൊരു ടാർഗറ്റ് വെക്കുകയാണെങ്കിലും ഇത് ഞാൻ അച്ചീവ് ചെയ്തിരിക്കുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടിരിക്കണം. എന്നിട്ട് അതിനുള്ള ആക്ഷൻ ചെയ്യണം. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡൗട്ട് ചെയ്യലാണ്. ഞാൻ ചില സമയത്ത് ഈ സ്റ്റാഫ് ട്രെയിനിങ്ങിന്റെ ഇടയിലൊക്കെ ചില തമാശകൾ പറയാറുണ്ട്. അതിൽ തമാശകൾ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആരൊക്കെയാണ് പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടുള്ളത്? അപ്പൊ കുറച്ച് പേര് കൈ വെക്കും. പ്രേമിച്ച് കല്യാണം കഴിച്ചവരൊക്കെ കൈ വെക്കും. അപ്പൊ ഞാൻ ചോദിക്കും, പ്രേമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സംശയം ഉണ്ടായിരുന്നോ ഇവനെ കല്യാണം കഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവളെ കല്യാണം കഴിക്കാൻ പറ്റും? ഇല്ല സാർ, ഇല്ല സാർ. അപ്പൊ അടുത്ത ആൾക്കൂടെ ചോദിച്ചു, ആർക്കൊക്കെയാണ് തേപ്പ് കിട്ടിയത്? അപ്പൊ കുറച്ച് പേര് പറയും തേപ്പ് കിട്ടിയ ആൾക്കാർ പറയും. ഭയങ്കര ഡൗട്ടായിരുന്നു അല്ലെ കല്യാണം കഴിക്കാൻ പറ്റൂല്ല എന്നുള്ളത്. യെസ്, മിക്കവാറും തേപ്പ് കിട്ടാൻ കാരണം നീ എന്നെ കല്യാണം കഴിക്കുമോ, നീ എന്നെ കല്യാണം കഴിക്കുമോ എന്നുള്ള ചോദ്യം കൊണ്ട് ആ ഡൗട്ട് അടിച്ചിട്ടാണ്. അപ്പോ നമ്മുടെ നാട്ടിൽ ഈ ബിസിനസ് നടക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് ബൈജുബായ് MLM-ലൊക്കെ ഈ പ്രൊഡക്ടിവിറ്റിയിലേക്ക് എത്താതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? അവർക്ക് അത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമില്ല. അതിന് നമുക്ക് ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയാം, സെൽഫ് ഡൗട്ടിങ് എന്ന് പറയാം. പക്ഷെ ബേസിക്കലി അവർ ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അവരുടെ ടാർഗറ്റിൽ, അവരുടെ ഗോളിൽ അവർ വിശ്വാസമില്ല. എന്നാൽ ഇവര് ഞങ്ങൾക്ക് ടാർഗറ്റ് ഇഷ്ടമല്ല. പലരും പറയും എനിക്ക് ടാർഗറ്റിലെ ജോലിയാണോ, ടാർഗറ്റിലെ പണിയാണെങ്കിൽ എനിക്ക് പറ്റില്ല. ഡെയിലി വൈകുന്നേരം വീടെത്തുന്നവരെ ഈ പറയുന്നത് കേട്ടോ. ഡെയിലി വൈകുന്നേരം എവിടെ നിന്ന് ഇറങ്ങി കൃത്യമായിട്ട് വീടെത്തുന്നവരാ പറയുന്നത്. വീടെന്ന് പറയുന്നത് ഒരു ടാർഗറ്റാ. വൈകുന്നേരം എത്തണമെന്നുള്ളത്, എത്ര ദൂരത്താണെങ്കിലും വൈകുന്നേരം വീടെത്തും. ഇറ്റ്സ് എ ടാർഗറ്റ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അൽഷിമേഴ്സ് ബാധിച്ചു പോയി എന്ന് വെക്കുക, നിങ്ങൾ മൊത്തം മറന്നുപോയി, നിങ്ങൾ ഒരിക്കലും എത്തില്ല എവിടെ, വീട്ടില്. ബിക്കോസ് നിങ്ങളുടെ തലച്ചോറ് സെൽഫ് ഡൗട്ട് ചെയ്യണം, എത്തില്ല എന്ന് സംശയമാണ്. അപ്പൊ ആദ്യം എനിക്ക് ബിസിനസ്സുകാരായ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും, ഓക്കെ, ഏത് ജോലി ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് വേണ്ട വരുമാനത്തിനെ കുറിച്ചൊരു ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. അത് ഞാൻ അച്ചീവ് ചെയ്യുമെന്നുള്ള തീരുമാനം ആദ്യം എടുക്കണം. അത് മനസ്സാണ്. ദാറ്റ്സ് കോൾഡ് മൈൻഡ് സെറ്റ്. മനസ്സിലാവുന്നുണ്ടോ?
ഈ ക്യാപ്റ്റൻസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നറിയോ? നിങ്ങൾ കപ്പിത്താനെ കണ്ടിട്ടുണ്ടായിരിക്കും. കപ്പിത്താനെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കപ്പിത്താൻ അവന്റെ കപ്പല് കടലിലേക്ക് ഇറക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണോ? കടലിൽ കാറ്റുണ്ടാവും, തിരയുണ്ടാവും, കോളുണ്ടാവും, വേലിയേറ്റുണ്ടാവും, വേലിയിറക്കുണ്ടാവും, മഞ്ഞുമലകൾ ഉണ്ടായിരിക്കും, പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അവിടെ, അല്ലെ? പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അവിടെ. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ആദ്യമേ മുൻകൂട്ടി കണ്ട് എന്ത് പ്രശ്നമുണ്ടായാലും എൻ്റെ കപ്പലിനെ കൃത്യമായിട്ട് സ്ഥലത്തെത്തിക്കണം, ആ ടാർഗറ്റിൽ എത്തിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ക്യാപ്റ്റൻ ആയിരിക്കും ഏറ്റവും നല്ല ക്യാപ്റ്റൻ, ഏറ്റവും നല്ല കപ്പിത്താൻ. ഒരു ബിസിനസ്സിലേക്ക് എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കും, എനിക്ക് കൃത്യമായിട്ട് വരുമാനം കിട്ടുമെന്ന് വിചാരിച്ച് ഒരാള് ബിസിനസ്സിലേക്ക് ഇറങ്ങണ്ട. ഒരാളും, വെരി സീരിയസ്ലി, ഒരൊറ്റ ആൾ ഇറങ്ങിപ്പോകരുത്. അത് ശുദ്ധമായ മണ്ടത്തരമാണ്. പല ആളുകളും വിചാരിക്കുന്ന കാര്യം എന്താ അറിയോ? വളരെ ഈസിയാണ്. മറ്റുള്ളവൻ നന്നായി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ടർഫുകൾ എണ്ണം കൂടിയത്? നമ്മൾ നോക്കുമ്പോ ടർഫിൽ മുഴുവൻ പിള്ളേര്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിള്ളേര്, 1 മണിക്കൂറിന് 1000 രൂപ കിട്ടും. അപ്പൊ ഇരുന്ന് കണക്കാക്കുകയാണ്, മറ്റേ ദാസനും വിജയനും കൂടി ഇരുന്ന് കണക്കാക്കിയത്. എത്ര ലിറ്റർ പാല് കിട്ടും പശുവിന് എന്ന് പറഞ്ഞ പോലെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 10 മണിക്കൂർ കിട്ടിയ ഡെയിലി 10000 രൂപ, എല്ലാ ചെലവും കഴിഞ്ഞ 5000 രൂപ എന്റെ പോക്കറ്റിൽ. ഇതായിരുന്നു കാൽക്കുലേഷൻ. അപ്പുറത്തുള്ള ടർഫ് നടത്തി പൊളിഞ്ഞ എത്ര പേരുണ്ട്? മലബാറുകാർ ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലെ? മലപ്പുറത്തങ്ങാടിയിലൊക്കെ എത്ര എണ്ണം തുറന്നു, എത്ര എണ്ണം പൂട്ടി? ചപ്പാത്തിക്കടകൾ, ഒരു കാലത്ത് ചപ്പാത്തിക്കടകളായിരുന്നു. എവിടെ തിരിഞ്ഞു നോക്കിയാലും നാട്ടിൽ ഇത്രയൊക്കെ ചപ്പാത്തി വാങ്ങുന്ന ആളുകളുണ്ടോ എന്നുള്ളത് നമ്മൾ, ചപ്പാത്തിയുടെ എണ്ണത്തിനേക്കാൾ കൂടുതലായിരുന്നു ചപ്പാത്തി കടകളുടെ, വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലായിരുന്നു. ഇപ്പൊ എന്താ അവസ്ഥ? ആൾക്കാർ ട്രെൻഡ് മാറ്റി, ചപ്പാത്തി മാറ്റിയപ്പോ കുഴിമന്തി ആയി. മറ്റുള്ളവൻ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ എനിക്കും ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെയാണ് ഞാനും എന്നുള്ളതാണ് എല്ലാ ആളുകളുടെയും ചിന്ത. അതുകൊണ്ടാണ് പലപ്പോഴും ബിസിനസ്സിൽ ഫെയിലിയർ സംഭവിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ക്ലാസ്സിൽ 25 പിള്ളേരുണ്ടെന്ന് വെക്കുക, എല്ലാവരും ഒരേ പരീക്ഷ എഴുതിയാൽ ഒരേ മാർക്കാണോ കിട്ടുക? കുറച്ചു പേർക്ക് നല്ല മാർക്ക് കിട്ടും, കുറച്ചു പേർക്ക് മോശം മാർക്കായിരിക്കും. ഈ മോശം മാർക്ക് കിട്ടിയവൻ മോശക്കാരനാണോ? ബേസിക്കലി അവന് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ല, അവൻ വേറെ ഏതെങ്കിലും കാര്യത്തിൽ മിടുക്കനാവും, ഓട്ടത്തിൽ, ചാട്ടത്തിൽ. ഇതുപോലെയാണ് അവനവന്റെ ഏരിയ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക, അതിൽ ബിസിനസ് തുടങ്ങുക, അതിനെ ഡൗട്ട് ചെയ്യാണ്ട് മുന്നോട്ട് പോകുക. ദാറ്റ്സ് കോൾഡ് മൈൻഡ് സെറ്റ്. 80% കാര്യങ്ങളും റിസൾട്ടും വരുന്നത് മൈൻഡ് സെറ്റിന്റെ പവർ കൊണ്ടാണ്. 20% മാത്രമേ സ്കിൽ സെറ്റിന്റെ കഴിവ് കൊണ്ട് വരുന്നുള്ളൂ. എനിക്ക് ഈ പരിപാടി ഇവിടെ ചെയ്യണമെന്നുള്ളത് 100 കിലോ ഉണ്ട്. ഈ 100 കിലോ ഉള്ള ഞാന് 1 മണിക്കൂർ, ഇപ്പൊ ഇത്ര നേരം മീറ്റിംഗിലായിരുന്നു, രാവിലെ തൊട്ട് തുടങ്ങിയ മീറ്റിംഗ്സുകളാണ്. ഈ 1 മണിക്കൂർ നിന്ന് ഇവിടെ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ശരീരത്തിനെ ഞാൻ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഐ ക്യാൻ ഡു ദാറ്റ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഏതെങ്കിലും ഒരു ക്യൂല് പോയ, ഞാൻ ബിവറേജ് ക്യൂ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, പോയ 10 മിനിറ്റ് പോലും 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത ഞാനാണ്. ഒരു പൂരപ്പറമ്പ് പോയി കഴിഞ്ഞാൽ, ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് നിൽക്കുമ്പോഴേക്ക് എവിടെയെങ്കിലും ഇരിക്കാന്ന് പറയും. എന്തെങ്കിലും ഒരു പരിപാടിക്ക്, നിൽക്കണ പരിപാടിക്ക് പോയാൽ പറ്റാത്ത ആളാണ് ഞാൻ. ഞാൻ 1 മണിക്കൂറോ 5 മണിക്കൂറോ 8 മണിക്കൂറോ ക്ലാസ്സുകൾ എടുക്കാൻ, ഇരിക്കാതെ നിന്നെടുക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ആരോഗ്യത്തിന്റെ കഴിവ് കൊണ്ടാണെന്നല്ല, എൻ്റെ മനസ്സിന്റെ കഴിവ് കൊണ്ടാണ്. ഐ ഹാവ് ടു ടേക്ക് എ ക്ലാസ്. ഇതുപോലെ തന്നെയാണ്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ വിശ്വസിക്കണം. മൈൻഡ് സെറ്റിൽ എനിക്ക് കവർ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന്. അത് പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ സംസാരിക്കാം. ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ ക്ലാസ്, അതോ സ്പീഡിൽ പോണോ? ഇങ്ങനെ പോയാൽ മതിയോ? സ്പീഡിൽ പോണെങ്കിൽ പോവാട്ടോ, ഒരു കുഴപ്പമൊന്നുമില്ല. ശരി, താങ്ക് യു. അപ്പോ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ട് നമ്മുടെ നാട്ടിലെ മൈൻഡ് സെറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്
മോസ്റ്റ് ഓഫ് ദ കമ്പനി സിഇഒസ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കമ്പനി ഓണേഴ്സിന് ഉള്ള ഒരു പ്രശ്നം ഡിസീസ് മൈൻഡ് സെറ്റ് എന്ന് പറയും. ഡിസീസ് മൈൻഡ് സെറ്റ്. കാരോൾ ഡക്ക് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു ഫിലോന്ത്രാഫിസ്റ്റിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ബുക്ക്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡിസീസ് മൈൻഡ് സെറ്റ്. എന്താണ് ഈ ഡിസീസ് മൈൻഡ് സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ കാലം ഞാൻ കച്ചവടം ചെയ്ത ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് തന്നെ എന്നോട് ഒരാളും ഉപദേശിക്കാൻ വരേണ്ട, നിങ്ങൾ ആരും എന്നോട് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട, കച്ചവടം നടത്താൻ എനിക്കറിയാം എന്നൊരു ധാരണ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഹി ഈസ് അണ്ടർ ഡിസീസ്ഡ് മൈൻഡ് സെറ്റ് എന്നാണ് അർത്ഥം. അതൊരു രോഗമാണ്, അത് മനസ്സിന്റെ ഒരു രോഗമാണ്. നിങ്ങൾ വിചാരിക്കരുത് അവനത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളായത് കൊണ്ടാണ്. അല്ല, ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും അത്ര അരഗൻസ് കാണിക്കാൻ പാടില്ല. എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം ചെയ്യും, എന്നെ ഇങ്ങനെ ഉപദേശിക്കാൻ വരണ്ട എന്നുള്ള ചിന്ത പാടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ഗ്ലാസ്സിൽ വെള്ളം പോലെ ഇരിക്കണം, തെളിഞ്ഞിരിക്കണം, എപ്പോ വേണമെങ്കിലും ഒഴുക്കി കളയാൻ പുതിയ ഒഴിഞ്ഞിരിക്കുന്ന ഗ്ലാസ് ആവാൻ അവന് പറ്റണം. പുതിയ പുതിയ വിവരങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ 250 മേഖലയിലെ ആൾക്കാരുണ്ട് ഉണ്ടല്ലോ. 250 മുകളിൽ ആൾ. ഇപ്പൊ എത്ര ആളുണ്ട് ഇതില്? 50-51 പേരാണ്. അതിലൊരു ഒരു പകുതി ആളുകൾ, ഒരു 125 ആളുകൾ ആയിക്കോട്ടെ, അവർക്ക് തിരക്കുകളും പ്രശ്നങ്ങളും ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണ്, അവർക്ക് വരാൻ പറ്റാത്ത ആണെന്ന് വെച്ചു. ബാക്കി 75 ആളുകൾ എന്തുകൊണ്ട് നമ്മുടെ മീറ്റിങ്ങിന് വന്നില്ല? അവരുടെ വിചാരം എനിക്കെല്ലാം അറിയാം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവർക്ക് ഇതിനൊരു സീരിയസ്നെസ് കൊടുക്കില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നുള്ള ചിന്ത കൊണ്ട് വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഡിസീസ്ഡ് മൈൻഡ് സെറ്റ് ഇല്ല. ഞാൻ ബഹുഭൂരിപക്ഷം എന്നാ പറയുന്നത്. ചിലര് അറിയാണ്ട് ഇതെന്താ നടത്തുന്നത്, ആരപ്പ പിന്നെ കോട്ടിട്ട കുറെ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ എന്നറിയാൻ വേണ്ടി വന്ന ചില ആൾക്കാരുണ്ട് ഇവിടെ. നാളെ ഒന്നില്ല, ഇന്നത്തെ ദിവസം ഒന്ന് കയറി വെക്കാം, എന്നിട്ട് ബാക്കി നോക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത് യു മസ്റ്റ് ബി ഓൾവേസ് ഓപ്പൺ ഫോർ ലേണിംഗ് നോളജ്. സി, ബിസിനസ്സുകാരാ, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ എനർജൈസ് ചെയ്ത് നിൽക്കണം. നിങ്ങൾ തുടങ്ങുന്നിടത്താണ് നിങ്ങളുടെ വിജയം. നിങ്ങളാണ് ഒരു കപ്പലിന്റെ കപ്പിത്താൻ. ഈ കപ്പൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സാണ്. പല പ്രശ്നങ്ങളുണ്ടാവും. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും, കസ്റ്റമർ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവും, സെയിൽസ് നടക്കാത്ത പ്രശ്നം ഉണ്ടായിരിക്കും, നിയമങ്ങളും പ്രശ്നങ്ങളും ഇഷ്യൂസും ഉണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ പ്രോബ്ലംസ് ആയുമ്പോഴും ആടിയുലയുന്ന കപ്പലിനെ നേരെയാക്കിയിട്ട് വൃത്തിയായിട്ട് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റന്റെ മനസ്സ് പോലെ ഇരിക്കണം നിങ്ങളുടെ മനസ്സും. എന്ത് പ്രശ്നം വന്നാലും തിരിച്ചു വന്ന് ആ ബിസിനസ്സിനെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആളായിരിക്കും ഏറ്റവും നല്ല ബിസിനസ്മാൻ. യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. യൂസഫ് അലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? റിസ്ക് എന്ന് പറയുന്ന സാധനത്തിനെ ഏറ്റവും പ്രോപ്പറായിട്ട് എടുക്കാനും പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അതിൽ നിന്നൊക്കെ കൃത്യമായിട്ട് റിസലിയൻസ് എന്ന് പറയും. എന്താണ് റിസലിയൻസ്? ആ വേർഡ് ശ്രദ്ധിച്ചോട്ടോ. റിസലിയൻസ് ആയിട്ട് തിരിച്ചു വന്ന് വീണ്ടും അതുപോലെ മുന്നോട്ട് പോവാനും സാധിക്കുന്ന ഒരാളായത് കൊണ്ടാണ് യൂസഫ് അലി ലുലു മോൾ പോലുള്ള വലിയ ബിസിനസ് നടത്തുന്നതും നമുക്കിപ്പോഴും ഉള്ള ബിസിനസ് റൺ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നതും. സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. മറ്റുള്ളവർ പറയും, മറ്റുള്ളവർ മിക്കവാറും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ചെയ്യുന്ന എന്തിനാ? അതുകൊണ്ടാണ് അനീഷെ ഫിയർ ഓഫ് ഫെയിലിയർ എഴുതേണ്ടി വന്നത്. എന്താണ്? മറ്റുള്ളവർ പറയും നിങ്ങളോട്, എന്ത് നിന്നെ കൊണ്ടൊക്കെ പറ്റുമോ, നിന്നെ കൊണ്ടൊക്കെ സാധിക്കുമോ, അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ വരും. നമ്മൾ വിശ്വസിക്കും നമ്മളെ കൊണ്ട് പറ്റില്ല. ഡോണ്ട് ഡൗട്ട് ഓൺ യുവർ സെൽഫ്.
നിങ്ങൾ നിങ്ങളിൽ ഒരിക്കലും അവിശ്വസിക്കരുത്. നിങ്ങളുടെ ടാർഗറ്റിനെ നിങ്ങൾ ഡൗട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ട 2 പ്രധാനപ്പെട്ട കാര്യം, 1 ഈസ് നോളേജ്, സെക്കൻഡ് ഈസ് സ്കിൽ. ഉണ്ടാക്കാൻ സാധിക്കുമോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സ്കില്ലാണ്. നമ്മൾ ആക്ച്വലി ഇതൊരു നോളേജ് സെഷൻ അല്ല, സ്കില്ലിംഗ് സെഷനാണ് നടക്കുന്നത്. നോളേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുടെ ഇൻഡസ്ട്രി, ഇതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി പഠിക്കുക. സെയിൽസ്, മാർക്കറ്റിംഗ്, HR, ഫിനാൻസ്, ഇതൊക്കെ സ്കില്ലാണ്. നമ്മുടെ സ്കൂളുകളിൽ സ്കില്ല് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നോളേജ് മാത്രമേ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. ടാൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ എന്തിനാ പഠിച്ചേ? ന്യൂട്ടന്റെ 3 ചലന നിയമം എന്തിനാ പഠിച്ചേ? അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിനെ കുറിച്ച് എന്തിനാ പഠിച്ചേ? ഇതൊക്കെ പ്രവൃത്തിയിലേക്ക് മാറ്റുമ്പോൾ, സ്കില്ലിലേക്ക് മാറ്റുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നടക്കുക. അതാണ് അടുത്ത 21 ദിവസം, ഇന്ന് കൂടിയിട്ട് 21 ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങുന്നത് ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പോയിന്റ് വൈസ് ചെയ്തിട്ട് നമുക്ക് നാളെ സംസാരിക്കാം. ഇന്ന് വെറും ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ നമ്മൾ ചെയ്തു. ഓക്കെ ആണോ? എനിക്ക് ഒരു കാര്യം എനിക്ക് നിർബന്ധമാണ്. ഞാനത് ഇവിടെ ചോദിക്കും, എല്ലാ ദിവസവും ഞാൻ ചോദിക്കും. ഒരു പോയിന്റ് ഒരു ദിവസം വിട്ടിരുന്ന് ഏറ്റവും മിനിമം ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ആ ഒരു പോയിന്റിന് വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ 1 മണിക്കൂർ സമയം ചെലവഴിക്കുന്നത്. അത് എന്താണ് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൃത്യമായിട്ട് ഇട്ടതിന് ശേഷം മാത്രമേ കിടന്നുറങ്ങാൻ പോകാൻ പാടുള്ളൂ. അതായത് ഈ സെഷൻ കഴിഞ്ഞാൽ 10 മണിക്ക് സെഷൻ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഗ്രൂപ്പിൽ പോയിട്ട് എനിക്ക് എന്ത് കിട്ടി എന്നുള്ളത് എഴുതണം. മറ്റുള്ളവർ എഴുതിയോ ഇല്ലേ അത് നോക്കണ്ട, അവനവൻ എന്ത് കിട്ടി എന്നുള്ളത് എഴുതണം. എന്നിട്ട് 21 ദിവസം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്ര പോയിന്റ് കിട്ടി, എന്തൊക്കെ കിട്ടി. ഒന്ന് ഏറ്റവും മിനിമം കേട്ടോ, മടിക്കരുത്. ബിസിനസ്സുകാരൻ 2 കാര്യങ്ങളിൽ ഒരിക്കലും മടിക്കരുത്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? നിങ്ങളെ എവിടൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റൂ അവിടൊക്കെ നിങ്ങളെ പ്ലേസ് ചെയ്യണം. അതുകൊണ്ടാണ് ബാബു കാണുന്ന എല്ലാ ഫോട്ടോസിലും പോസ്റ്ററിലും എൻ്റെ തല, എൻ്റെ ഫിഗർ. ഞാൻ എന്നെ എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ കാണിക്കും. ഇരുന്നിട്ടുള്ള ഫോട്ടോ, നിന്നിട്ടുള്ള ഫോട്ടോ, നടന്നിട്ടുള്ള ഫോട്ടോ, പറ്റുകയാണെങ്കിൽ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കും. എന്നെ ഞാൻ പ്ലേസ് ചെയ്യും. 2ാമത്തെ കാര്യം ഡിസിഷൻ, തീരുമാനം. അതെന്ത് തീരുമാനമാണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റില്ല. പെട്ടെന്ന് തീരുമാനം എടുക്കുകയും പെട്ടെന്ന് നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരന്റെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കസ്റ്റമർ മുന്നിൽ വന്നിരിക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ വരും. വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ദാറ്റ് ഷുഡ് ബി എ ക്വിക്ക് ഡിസിഷൻ. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ എന്ത് പോയിന്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സൂമിലിടാം, നിങ്ങളുടെ ഗ്രൂപ്പിലിടാം. തുടക്കം കൊള്ളാവോ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. കൊള്ളാം സർ, നല്ല ക്ലാസ് ആയിരുന്നു. സർ പറഞ്ഞ കാര്യങ്ങൾ ആക്ച്വലി വളരെ പ്രയോജനമുള്ള കാര്യങ്ങളാണ്. ഈവൻ എന്റെ ലൈഫിൽ എനിക്ക് ഈ പറഞ്ഞ ഒരു എന്താ പറയാ, ഫിയർ ഉണ്ട്. നോട്ട് അബൌട്ട് ഫെയിലിയർ. മറ്റുള്ളവരിപ്പം, ഞാൻ IT ഫീൽഡിലുള്ള ഒരാളായിരുന്നു. ഞാനൊരു യൂണിഫോം ബിസിനസ്സിലോട്ട് ഇറങ്ങിയപ്പോ ഈവൻ മൈ ഫാമിലി വരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അവര് പറഞ്ഞത് നിന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. യു സെഡ് ഇറ്റ് വാട്ട് ഇറ്റ് ഈസ്. താങ്ക് യു സർ. താങ്ക് യു ഫമീന. യെസ് സാറേ, ജസ്റ്റ് ഒരു ഡൗട്ട്. യെസ് ചോദിക്കൂ, അതാണ് വേണ്ടത്, പറയൂ. അതിൽ സാറ് മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ, മൈൻഡ് സെറ്റിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ട് സാർ പറഞ്ഞു. അതെന്താണ് ഒരു കാര്യം? മൈൻഡ് സെറ്റിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് സാറ് ഡിസീസ് മൈൻഡ് സെറ്റിലേക്കല്ലേ കിടന്നത്. അപ്പൊ അല്ല, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഏറ്റവും അവോയ്ഡ് ഡിസീസ് മൈൻഡ് സെറ്റ് എന്നുള്ളതാണ്. അത് ഉണ്ടാവരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്ക് അറിയാമെന്ന് ചിന്തിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ പ്രയോറിറ്റി കൊടുക്കില്ല,
നമ്മൾ ഈ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കില്ല. ഇപ്പൊ സരിൻ, ഞാൻ ഒരു കാര്യം പറട്ടെ, ഇവിടെ ഇരിക്കുന്ന പലരും ചിന്തിക്കുന്നുണ്ടാവും, സരിനെ പോലെ ഒരു ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥൻ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, കൃത്യമായിട്ട് 1-ാം തീയതി ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് എന്തിനാപ്പ ബിസിനസ് തുടങ്ങുന്നത്, നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വീട്ടിലിരുന്നാൽ പോരെ അല്ലെങ്കിൽ പണിയെടുത്താൽ പോരെ എന്നൊരു ധാരണ ഉണ്ടാവും ഇവിടെ ഇരിക്കുന്ന 90% ആളുകൾക്ക്. പക്ഷെ സരിന് മാത്രമേ സരിന്റെ പർപ്പസ് അറിയൂ. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന സൂരജ് മറ്റേ രാജസ്ഥാനിലെ എവിടെ ഒരു ക്യാമ്പിൽ ഇരുന്നിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, മിലിറ്ററിയിലാണ്. അപ്പൊ എന്റെ മുന്നിൽ വരുന്ന എന്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നവർ പലരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്, ജോലി മാറണമെന്ന് ചിന്തിക്കണോണ്ട് എനിക്കത് അത്ഭുതമല്ല. പക്ഷെ പലർക്കും അത്ഭുതമാണ്. നല്ലൊരു ജോലി കളഞ്ഞിട്ട് എന്തിനാണ് ബിസിനസ് തുടങ്ങാൻ പോണത് എന്നൊക്കെ ചിന്തിക്കും. അതിനെക്കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം നാളെ സംസാരിക്കാനായിട്ട് നമുക്ക് എന്തായാലും സംസാരിക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3-4 പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഒക്കെ നമുക്ക് നാളെ സംസാരിക്കാം. പോരെ? അല്ല, ഞാനെടുക്കട്ടോ, ഞാൻ അടുത്ത 1 മണിക്കൂർ ക്ലാസ് എടുക്കാൻ എനിക്ക് ഒരു മടിയില്ല. നാളെ പോരെ അല്ലേ? നാളെ മതി അല്ലേ? സെറ്റാക്കാം. അപ്പൊ നാളെ ഫുൾ എനർജിയിൽ, ഇന്ന് വീഡിയോ ഓൺ ആക്കാത്തവർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ വരുമ്പോ ബൈജു ഇരിക്കുന്ന പോലെ, ബാബു ഇരിക്കുന്ന പോലെ, ഉണ്ണിയൻകുട്ടി ഇരിക്കുന്ന പോലെ ഒരു സ്ഥലത്തിരുന്ന് 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാവണം. ഇത് പ്യുവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. യെസ്, ഉണ്ണിയൻകുട്ടി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, പറയൂ. സാർ, സംസാരത്തിന്റെ ഇടയില് റെസിലയൻസ് എന്നൊരു വേർഡ് പറഞ്ഞു, അത് നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റബ്ബർ ബന്ദിന്റെ സ്വഭാവമാണ്. നമ്മൾ ചുമരിലേക്ക് ഒരു റബ്ബർ ബന്ദ് എറിഞ്ഞു കഴിഞ്ഞാൽ ആ റബ്ബർ ബന്ദ് തിരിച്ചു വരും അല്ലെ? അല്ലെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് എടുക്കുക, റബ്ബർ ബാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം വലിച്ചു വിട്ടാലും അത് വിട്ട് കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരും അല്ലെ? ദിസ് ഇസ് കോൾഡ് റെസിലിയൻസ്. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിൽ, ചിലപ്പോൾ ഭയങ്കര ടെൻഷനുള്ള ദിവസമായിരിക്കാം, ചിലപ്പോൾ കസ്റ്റമർ രാവിലെ തൊട്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലപ്പോ നമ്മുടെ GST-ക്കാർ നമ്മളെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ദിവസമായിരിക്കാം, ചിലപ്പോ പൈസ കിട്ടാന്ന് വെച്ച ആള് പൈസ തരാതിരിക്കാം. നമ്മൾ പല രീതിയിലുള്ള മൈൻഡ് സെറ്റിലായിരിക്കാം. പക്ഷെ തിരിച്ചു വന്ന് ദിസ് ഇസ് മൈ ജോബ്, ദിസ് ഇസ് മൈ ബിസിനസ് എന്ന് പറയുന്ന ചിന്തിക്കുന്ന രീതിയിലേക്ക് ഒരു റബ്ബർ ബാൻഡ് തിരിച്ചു വരുന്ന പോലെ ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയെ റെസിലിയൻസ് എന്ന് പറയും. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ബിസിനസ്സുകാർക്ക് എന്ത് പറ്റുന്നത്, പണി കിട്ടുന്നത്. അത് മറ്റേ പൊട്ടിപ്പോവാ. അപ്പോഴാണ് ബിസിനസ് പൊട്ടുന്നത്, ജോലിക്ക് പോകുന്നത്, വേറെ ജോലിക്ക് പോകുന്നത്, കടം കയറി വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. ശരിയല്ലേ? അപ്പൊ എങ്ങനെ, സെറ്റ് അല്ലേ? അപ്പൊ ജുഹൈന, ഞാൻ ഗുഡ് മോർണിംഗ് പറയുന്നില്ല, ഗുഡ് നൈറ്റ്. സാധാരണ എല്ലാ ദിവസവും രാവിലത്തെ ക്ലാസ് കഴിഞ്ഞാൽ പറയുന്നത് ഗുഡ് മോർണിംഗ് ആണ്. നമുക്ക് ഗുഡ് നൈറ്റ് പറയും. നാളെ വൈകിട്ട് കാണാം. എനിക്ക് രാവിലെ 6 മണിക്ക് ക്ലാസ് ഉണ്ട്. നമുക്ക് എല്ലാ ദിവസവും രാവിലെ ബിസിനസ് കാറ്റലിസ്റ്റ് അപ്പ് എന്ന് പറയുന്ന ഒരു പെയ്ഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ 10-30ഓളം ആളുകൾ രാവിലെ ഇരുന്ന് ബിസിനസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 300 ദിവസം അതിൽ ഈ ജുഹൈന അയ്യൂബ് എന്ന് പറയുന്ന വ്യക്തി 300 ദിവസവും മുടക്കം കൂടാതെ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളാണ്. അങ്ങനത്തെ ആളുകളൊക്കെ നമുക്കുണ്ട്. ഓക്കെ, കൂടുതൽ നാളെ സംസാരിക്കാം. ബാക്കി നാളെ. ഓക്കെ, ഗുഡ് നൈറ്റ്. Thank you, sir. Thank you, sir. Thank you. Night. Good night.